അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സൂചിപ്പിച്ചത് നമുക്കെല്ലാം ആവേശമായി മാറേണ്ട അസ്അദ് ഇബ്നു സുറാറയുടെ ജീവിതം വളരെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടു. നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളമെന്ന ഈ മണ്ണിലേക്ക് ഇസ്ലാഹിൻ്റെ ദീപശിഖയുമായി വന്ന പ്രസിദ്ധവാന്മാരായ മക്തിത്തങ്ങളെയും വക്കം മൗലവിയെയും ഹമദാനി തങ്ങളെയുമാണ്. ഇവരുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ധാരാളം കൊച്ചു സംഘങ്ങൾ രൂപപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ 1889 കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സഭ, 1900 പൊന്നാനി മഅൂനത്തുൽ ഇസ്ലാം സഭ, 1910 തിരുവിതാംകൂർ മുസ്ലിം സഭ, 1911 തലശ്ശേരി ഇംദാദുൽ ഇസ്ലാം സഭ, 1915 ആലപ്പുഴ ലജിദുൽ ഇസ്ലാം സഭ. ഈ സംഘങ്ങളുടെ പൊതുപരിപാടിയും ദിശാബോധവും മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രസിദ്ധവാനായ അസ്അദ് വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ ഈ സംഘടനകളെല്ലാം ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ 1923 മെയ് 5, 6 തീയതികളിൽ പെരുമാതുറയിൽ വെച്ച് ഇത്തരം സമാജങ്ങളുടെ പ്രഥമ സമ്മേളനത്തിൽ അവർ കൂടിയിരുന്നെടുത്ത 12 തീരുമാനങ്ങൾ ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ വായിക്കേണ്ടതാണ്, അതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളേണ്ടതുമാണ്. അവരുടെ ഒന്നാമത്തെ തീരുമാനം എന്നുള്ളത് ഓരോ മഹല്ലുകളിലും അധിവസിക്കുന്ന മുസ്ലിങ്ങളുടെ വയസ്സ്, മതപരവും ലൗകികവുമായ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ, വാണിജ്യ, വ്യവസായ നില, കൃഷിഭൂമിയുടെ വിസ്തീർണം, വാർഷിക വരുമാനം മുതലായവ രേഖപ്പെടുത്തിയ സെൻസസ് എടുക്കുക. ഇതായിരുന്നു ആ സമ്മേളനത്തിലെ പ്രഥമ തീരുമാനം. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വിവിധ തലപ്പത്തിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ ഒരു തീരുമാനം ആദ്യമായി അവരെടുക്കുമ്പോൾ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ വലിയൊരാശയമുണ്ടായിരുന്നു. സക്കാത്ത് എന്ന നിർബന്ധ ബാധ്യതയായ മുസ്ലിങ്ങളുടെ അതിനുള്ള കൃത്യമായ ഒരു രേഖ ഒരു മഹല്ലിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഈ ഒന്നാമത്തെ തീരുമാനത്തിന് പിറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ രണ്ടാമത്തെ തീരുമാനം മുസ്ലിം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കാലോചിത വിദ്യാഭ്യാസം നൽകുകയും അവരെ ഉപരിപഠനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ മുൻഗാമികൾ എത്ര കണ്ട് മുന്നോട്ടുള്ള വീക്ഷണത്തിലാണ് അവരുടെ ഓരോ തീരുമാനങ്ങളും എടുത്തു എന്നുള്ളതാണ്. അവരുടെ മൂന്നാമത്തെ തീരുമാനം പള്ളികളിൽ വിവാഹം, വിവാഹമോചനം, ജനനം, മരണം എന്നിവ രേഖപ്പെടുത്തിയ രജിസ്റ്റർ സൂക്ഷിക്കുക. നാലാമതായി കാണാം മഹല്ലുകളിൽ സമാജത്തിൻ്റെ യൂണിറ്റുകൾ സ്ഥാപിക്കുക, അഥവാ സംഘടനയുടെ വിവിധ യൂണിറ്റുകൾ സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായി കാണാം പള്ളികളുടെ പുനരുദ്ധാരണം നടത്തുന്നതോടൊപ്പം പള്ളിയോടനുബന്ധിച്ച് മദ്രസ, ഗ്രന്ഥശാല, വായനശാല എന്നിവ സ്ഥാപിക്കുക. അഥവാ ഒരു നാടിനെ സാംസ്കാരികമായും ദീനീ മേഖലകളിലും കൃത്യമായി പണ്ഡിതന്മാരെ വാർത്തെടുക്കേണ്ട ഒരു രീതിയാണ് നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. ആറാമതായി പള്ളികളിൽ പുരോഗമനവാദികളും പണ്ഡിതന്മാരുമായ ഖത്തീബുമാരെ നിയമിക്കുക. ഏഴാമതായി കാണാം പള്ളികളിൽ നടക്കുന്ന വിവാഹ ഖുത്ബ അവസരങ്ങളിൽ പ്രാർത്ഥന ഭാഗമൊഴികെ മലയാളത്തിൽ അവതരിപ്പിക്കുക. എട്ടാമതായി അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ അനാചാരങ്ങൾ നിർത്തുക. ആ ഒരു കാലഘട്ടം എന്നുള്ളത് ധാരാളം അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമായിരുന്നു. ഒമ്പതാമതായി കാണാൻ കഴിയും മുസ്ലിങ്ങളെ ലൗകിക വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കുവാൻ വിധം കൂടുതൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ അറബി അധ്യാപകരെ നിയമിക്കുക. അടിയന്തര ആവശ്യങ്ങൾ നേടുന്നതിനായി അധികൃത സമക്ഷം നിവേദനം സമർപ്പിക്കുക. ഇത്തരം തീരുമാനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇന്ന് 2024, 1923 നമ്മുടെ നേതാക്കന്മാർ ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ഇന്ന് നമ്മുടെ നാടുകളിൽ നടപ്പിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം
നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൊത്തിവെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. 10-ാമതായി മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സാമ്പത്തിക ദുരിതവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനായി ഓരോ മഹല്ലിലും സാഹചര്യങ്ങൾക്ക് യോജിച്ച കൂടുതൽ വ്യവസായങ്ങൾ ആരംഭിക്കുക. 11-ാമതായി കാണാം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മലയാളത്തിലും അറബി മലയാളത്തിലും പ്രസിദ്ധീകരിക്കുക. 12 ഒരു പ്രസിദ്ധീകരണാലയവും വൃത്താന്ത പത്രവും തുടങ്ങുക. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ മുൻഗാമികളുടെ ദീർഘവീക്ഷണം അത് എത്ര കണ്ട് മുന്നിലായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിവരണം പി ഗോവിന്ദപിള്ളയുടെ മതാചാര്യർ മതനിഷേധികൾ എന്ന പുസ്തകത്തിലെ 52-ാമത്തെ പേജിൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ നാടുകളിൽ നവോത്ഥാനം അഥവാ ഇസ്ലാഹിന്റെ നിലവിലുള്ള ദഅവത്ത് ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ? തുടർന്നുള്ള ഭാവിയിലുള്ള നമ്മുടെ വരാനുള്ള ഈ ഇസ്ലാഹ് ഈ നവോത്ഥാനം കൊണ്ടു നടക്കാനുള്ള ഒരു സംഘത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കി വെച്ച് നിർത്തുന്നു.